മറ്റുള്ളവരുമായി പങ്കിടാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ. ഇന്നത്തെ പരസ്പരം ബന്ധിതമായ ലോകത്ത് നമ്മൾ നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ളവരുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട്. തുറന്നു പറയുന്നതും ദുർബലരാക്കുന്നതും അർത്ഥവത്തായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും സഹാനുഭൂതി വളർത്തുന്നതിനും വിലപ്പെട്ടതാണെങ്കിലും സ്റ്റോയിസിസത്തിൻ്റെ പുരാതന തത്വചിന്ത നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ലാത്തതും സ്വകാര്യമായി സൂക്ഷിക്കേണ്ടതും ഉചിതമായതുമായ ചില വ്യക്തിപരമായ കാര്യങ്ങളും സാഹചര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. സ്വകാര്യത നിങ്ങളുടെ ജീവിതത്തിൽ തന്ത്രപരമായും ആന്തരിക സമാധാനം വളർത്തുന്നതിനും വലിയ നേട്ടങ്ങൾ നൽകുന്നു. നിങ്ങൾ മുൻപ് നടത്തിയ പോരാട്ടങ്ങൾ. ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന പോരാട്ടങ്ങളും സഹിക്കുന്ന കഷ്ടപ്പാടുകളും അതിജീവിക്കുന്ന വെല്ലുവിളികളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കാം. ഈ വ്യക്തിപരമായ പോരാട്ടങ്ങൾ, നിങ്ങൾ മുൻപ് നടത്തിയ പോരാട്ടങ്ങൾ മറ്റുള്ളവർ പൂർണ്ണമായി മനസ്സിലാക്കേണ്ടതില്ല. സ്വന്തം കഠിനമായ പാതകൾ താണ്ടി വന്നവരോട് നിങ്ങളെ തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ പൂർണ്ണ വ്യാപ്തി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ധിക്കാരപരമായി തോന്നിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്ക് അംഗീകാരം തേടുന്നതുപോലെ ഒരാളുടെ സ്വഭാവത്തിൻ്റെ സാരം അവർ നേരിട്ട പരീക്ഷണങ്ങളാലും കഷ്ടപ്പാടുകളാലും ആഴത്തിൽ രൂപപ്പെടുന്നു. എന്നിരുന്നാലും ഈ പരീക്ഷണങ്ങൾ പൊതുവായ അറിവാക്കേണ്ടതോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഒരു ഒഴികഴിവായി അല്ലെങ്കിൽ കഥയായി ഉപയോഗിക്കേണ്ടതോ നിങ്ങളുടെ ചുമതലയല്ല. ആ വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഉരുകൽശാല. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പക്വതയ്ക്കും ജ്ഞാനത്തിനും അചഞ്ചലമായ സ്ഥിരതയ്ക്കും സംഭാവന നൽകിയ നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ രൂപപ്പെടുത്തിയെങ്കിലും നിങ്ങൾ സഹിച്ച വേദന മറ്റുള്ളവർ വ്യക്തമായി കാണേണ്ടതില്ല. അവർ യഥാർത്ഥത്തിൽ തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ വളർച്ചയും പരിവർത്തനവുമാണ്. ആത്യന്തികമായി ഒരാൾ തൻ്റെ ഭൂതകാലത്തിൽ അമിതമായി മുഴുകാതെ വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ പ്രശംസനീയമാണ്. വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെയാണ് ഒരാൾക്ക് അവരുടെ ഗുണങ്ങളും അനുഭവങ്ങളും യഥാർത്ഥത്തിൽ പ്രകടമാക്കാൻ കഴിയുന്നത്. ഒരാളുടെ ഭൂതകാല അനുഭവങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നതിനേക്കാൾ അവരുടെ കഴിവുകൾ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുകയും അവരുടെ ആന്തരിക ശക്തിയും പ്രതിരോധശേഷിയും കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ വെറുമൊരു വിജയകഥയെ അതിജീവിച്ച് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ നിലനിൽക്കുന്ന ശക്തിക്ക് ജീവനുള്ള തെളിവായി മാറുന്നു. ഉദാഹരണം, ശ്യാം എന്നൊരാൾക്ക് ജീവിതത്തിൽ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ഒരാളുടെ നഷ്ടം, തൊഴിലില്ലായ്മ, ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നതിലുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ എന്നിവ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും വളർച്ചയെ അടയാളപ്പെടുത്തുകയും ചെയ്തു. താൻ സഹിച്ച ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് പകരം അയാൾ വർത്തമാനകാലത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ തിരഞ്ഞെടുത്തു. ഓരോ അവസരവും മുതലെടുക്കാനും തൻ്റെ കുട്ടികൾക്ക് ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനും അദ്ദേഹം പഠിച്ചു. തൻ്റെ സ്വന്തം വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അയാൾ മുഴുകിയിരുന്നില്ല. പകരം തൻ്റെ സമൂഹത്തിലെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ക്ഷമയും ശക്തിയും ദയയും അദ്ദേഹം പ്രകടിപ്പിച്ചു. കഴിഞ്ഞകാല ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിന് പകരം താൻ പോരാട്ടങ്ങളെ നേരിട്ടെന്നും സമൂഹത്തിലെ ശക്തനും വിലപ്പെട്ടവനുമായ ഒരംഗമായി ഉയർന്നുവെന്നും അയാൾ തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അഭിലാഷങ്ങളുടെ സൂക്ഷ്മമായ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുന്നതാണ് പലപ്പോഴും വിവേകം. നിങ്ങൾ ഏത് പൊതുവായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് മിക്ക ആളുകൾക്കും അറിയാമായിരിക്കുമെങ്കിലും നിങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടവും വെളിപ്പെടുത്തുന്ന കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ അനന്തരഫലങ്ങൾ സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ഫോണിന് പരിമിതികളില്ലാത്ത പ്രവേശനം അനുവദിക്കുന്നത് പോലെയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സാഹചര്യത്തിൻ്റെ നിയന്ത്രണം ഫലത്തിൽ ഉപേക്ഷിക്കുകയാണ്. എന്തെങ്കിലും പദ്ധതിയിട്ടതുപോലെ നടന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം പിഴവാണോ അതോ ആരെങ്കിലും നിങ്ങളുടെ വിശ്വാസം ഒറ്റിക്കൊടുത്തതാണോ എന്ന് നിങ്ങൾ സ്വയം ചോദ്യം ചെയ്തേക്കാം. ഒരു ആക്രമണം നടന്നാൽ അതിൻ്റെ ഉറവിടം ഒരു രഹസ്യമായി മാറുന്നു. കാരണം ദോഷകരമായ നിരവധി സാധ്യതകൾ ഉള്ളതുകൊണ്ട് ആരാണ് ഉത്തരവാദിയെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും.
അത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നല്ല സുഹൃത്തോ അല്ലെങ്കിൽ മോശം ഉദ്ദേശങ്ങളുള്ള ഒരാളോ ആകാം. നിങ്ങൾ ഏത് പൊതുവായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് സൂചിപ്പിക്കുന്നത് സാധാരണയായി മതിയാകും. എല്ലാറ്റിനുമുപരിയായി നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ മറ്റൊരാളും വിശ്വസ്തനാകാൻ കഴിയില്ല. നിങ്ങളുടെ പാത നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു വിശദീകരണം നിങ്ങൾ ആർക്കും നൽകേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രം കൃത്യമായ അറിവ് ഉണ്ടായിരിക്കുന്നത് മതിയാകും. നിങ്ങളുടെ സന്തോഷവും ലാഘവത്വവും കുറവാണെന്ന് വിശ്വസിക്കുന്നത് ഈ വികാരങ്ങളെ വളരെ വിലപ്പെട്ടതാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിന് ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും. ആളുകൾ പല രീതികളിൽ പ്രതികരിച്ചേക്കാം. ചിലർ പ്രശംസയോടെയും മറ്റു ചിലർ സംശയത്തോടെയും. ചിലർക്ക് നിങ്ങളുടെ യഥാർത്ഥ പുഞ്ചിരി അത്ഭുതത്തിൻ്റെ ഉറവിടമായേക്കാം. അതേസമയം മറ്റുള്ളവർ നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ആന്തരിക സമാധാനം അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം അഭിമാനത്തോടെ പ്രകടിപ്പിക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ സന്തോഷം കുറച്ചു കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വെറുതെ പറയുന്നതിനു പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ സുഖമായിരിക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ കഴിയും. ഇത് സൂക്ഷ്മമായ ഒരു മാറ്റമാണ്, പക്ഷേ അത് ആത്മവിശ്വാസവും പോസിറ്റിവിറ്റിയും നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സുഖമായി പോകുന്നു എന്ന് വിവരിക്കുന്നതിനു പകരം കാര്യങ്ങൾ നന്നായി പോകുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. നിരാശയും അസംതൃപ്തിയും പലപ്പോഴും തഴച്ചു വളരുന്ന ഒരു ലോകത്ത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ അപകടകരമായ ഒരു കാര്യമായി കാണപ്പെടാം. കയ്പേറിയവരും അസംതൃപ്തരുമായ വ്യക്തികൾ ആന്തരിക സമാധാനം കണ്ടെത്തിയവരുടെ ശാന്തതയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ സന്തോഷം ഉൾക്കൊള്ളുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് ധീരമായ ഒരു പ്രവൃത്തിയാണ്. അത് മറ്റുള്ളവരെ അവരുടെ സ്വന്തം സന്തോഷത്തിൻ്റെയും ലാഘവത്വത്തിൻ്റെയും ഉറവിടങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും. നെഗറ്റിവിറ്റി പലപ്പോഴും പ്രബലമായ ഒരു സമൂഹത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സന്തോഷം പ്രകാശത്തിൻ്റെ ഒരു ദീപസ്തംഭവും വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ പോലും ആന്തരിക സമാധാനം നേടാൻ കഴിയുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാകാം. അതിനാൽ നിങ്ങളുടെ സന്തോഷം പ്രകാശിക്കാൻ മടിക്കരുത്. ചുറ്റുമുള്ളവർക്ക് പ്രചോദനത്തിൻ്റെ ഉറവിടമാകുക. നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ സ്വകാര്യത സംരക്ഷിക്കുക. ആരോഗ്യകരവും ശക്തവുമായ ഒരു പ്രണയബന്ധം വളർത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രധാന തത്വമുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ സ്വകാര്യത സംരക്ഷിക്കുക. സംഘർഷങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും ഇൻ്റർനെറ്റിൻ്റെ പൊതുവേദികളിൽ അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പ്രതിരോധശേഷിക്കും ദീർഘായുസ്സിനും കാര്യമായ സംഭാവന നൽകുന്ന ഒരു ശീലമാണ്. ഒരു ബന്ധത്തിൽ സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളോടും പരിചയക്കാരോടും മനസ്സ് തുറക്കാനോ ഉപദേശം നേടാനോ ഉള്ള പ്രവണത ശക്തമായിരിക്കും. എന്നിരുന്നാലും ഈ പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ബന്ധത്തിലെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൽ പങ്കുവെക്കുന്നത് നിങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അടിസ്ഥാനത്തെ അറിഞ്ഞുകൊണ്ട് ദുർബലപ്പെടുത്തിയേക്കാം. ഫലപ്രദമായ ആശയവിനിമയവും അടുപ്പവും ഒരു വിജയകരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാന ശീലങ്ങളാണ്. എന്നിരുന്നാലും അവ ബന്ധത്തിനുള്ളിൽ തന്നെ വളർത്തുമ്പോൾ പുറമേ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആരോഗ്യവും അടുപ്പവും സ്വകാര്യതയും തമ്മിലുള്ള അതിലോലമായ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാകും. അടിസ്ഥാനപരമായി നിങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഒരുമിച്ച് സൃഷ്ടിക്കുന്ന വിശുദ്ധ സ്ഥലത്തിനുള്ളിൽ വളർത്തപ്പെടുന്നു. തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം തഴച്ചു വളരുന്ന ഒരു ഇടമാണത്. അവിടെ നിങ്ങൾക്ക് സംഘർഷങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാനും അടുപ്പം വളർത്താനും കഴിയും. നിങ്ങളുടെ ബന്ധത്തിൻ്റെ എല്ലാ വശങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ നിങ്ങൾ ഈ ഇടത്തിൻ്റെ പവിത്രത സംരക്ഷിക്കുകയും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇത് ശക്തിയുടെയും പിന്തുണയുടെയും ഉറവിടമായി തുടരുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഓർക്കുക, ഉപദേശവും പിന്തുണയും തേടുന്നത് വിലപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ ബന്ധത്തെ യഥാർത്ഥത്തിൽ സവിശേഷമാക്കുന്ന
സ്വകാര്യതയും അടുപ്പവും സംരക്ഷിക്കേണ്ടതും ഒരുപോലെ പ്രധാനമാണ്.